ഇനി നമ്മൾ അഡോബ് ആഫ്റ്റർ എഫക്ട്സിൽ ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ഒരു കസ്റ്റം വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രീസെറ്റ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രം ഫൂട്ടേജ്, ഒരു ഫൂട്ടേജിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വിഡ്ത്ത് എത്രയാണോ, അതിൻ്റെ ഹൈറ്റ് എത്രയാണോ, അതിൻ്റെ ഫ്രെയിം റേറ്റ് എത്രയാണോ, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ, അത് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ന്യൂ കോമ്പോസിഷൻ നമുക്ക് മാനുവലി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ന്യൂ കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ട് പാനലിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂ കോമ്പോസിഷൻ എന്നുള്ള സെലക്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് പ്രൊജക്ട് പാനൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിൻഡോയിൽ പോയിട്ട് ഇവിടെ കാണാം പ്രൊജക്റ്റ് ഉണ്ടോ, ഇവിടെ നിങ്ങൾക്ക് Ctrl+0 ആണ് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കോമ്പോസിഷനിൽ പോയിട്ട് ന്യൂ കോമ്പോസിഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ Ctrl+N ആണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Ctrl+N വരുന്നത് വിൻഡോസിലാണ്, മാക്കിലാകുമ്പോൾ Command+N ആണ് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ ഷോർട്ട് കീ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കോമ്പോസിഷൻ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കോമ്പോസിഷന് ഒരു നെയിമിങ് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു നെയിമിങ് കൊടുക്കണം. ഞാനൊരു മോഷൻ എന്നുള്ള ഒരു നെയിമിങ് കൊടുത്തു. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് കുറേ ഇമ്പിൾഡായിട്ട് അഡോബ് ആഫ്റ്റർ എഫക്ട്സ് കുറേ പ്രീസെറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ഇതിൽ കാണുന്ന പ്രീസെറ്റ്സ് തന്നെ ആവണമെന്നില്ല നിങ്ങളതിൽ ഇപ്പോൾ 2025 വേർഷനിൽ കാണുന്ന പ്രീസെറ്റ്സ് ആണ് ഇതുള്ളത്. ഇപ്പോൾ ലൈക്ക് 2024 2023 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ ഫുൾ HD 3 വേർഷൻസ് കൊടുത്തിട്ടുണ്ട്. 29 ഫ്രെയിം റേറ്റ് വരുന്നതും 25 വരുന്നതും 24 വരുന്നതും അങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ 4K വരുന്നത് 3 ഉണ്ട്. അതും ഫ്രെയിം റേറ്റിലാണ് ചേഞ്ചസ് ഉള്ളത്, പിക്സലിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. അത് 4Kൻ്റെ സൈസാണ്. പിന്നെ 8Kൻ്റെ സൈസ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്, സോഷ്യൽ മീഡിയേൻ്റെ കുറേ പ്രീസെറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഒരു കസ്റ്റം ഒരു സൈസാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കസ്റ്റം ഒരു സൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം റീലിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം റീലിൻ്റെ ഒരു സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ HDൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇത് ഫുൾ HD ആകുമ്പോൾ നമുക്ക് കാണാം വിഡ്ത്ത് 19:20 ആണ് വരുന്നത്, ഹൈറ്റ് വരുന്നത് 10:80. നേരെ ഇത് തിരിച്ചാണ് വേണ്ടത്. നമുക്ക് ഹൈറ്റാണ് 19:20 വേണ്ടത്, വിഡ്ത്ത് ഞാൻ കൊടുക്കും 10:80 എന്നുള്ള പിക്സൽ റൈറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ വാല്യൂ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രീസെറ്റ്സിൽ കസ്റ്റം എന്നാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ ഈ സൈസിലുള്ള ഒരു പ്രീസെറ്റ്സും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഫുൾ HDൻ്റെ ഏതെങ്കിലും വാല്യൂ കൊടുക്കണോ, തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 19:20 കൊടുത്തു, അതുപോലെ തന്നെ 10:80 കൊടുത്തു. ഇപ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി. ഈ വാല്യൂയിലുള്ള പ്രീസെറ്റ്സ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി. നമുക്ക് നേരെ തിരിച്ചാൽ വേണ്ടി ആ വാല്യൂയിൽ ഇൻസ്റ്റഗ്രാം സൈസിലുള്ള ആ വാല്യൂയിൽ ഒരു പ്രീസെറ്റ്സും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ നിങ്ങൾ കസ്റ്റം ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റം ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഒരു പ്രീസെറ്റ്സ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനാണ് ഇവിടെ കണ്ട ഒരു ഓപ്ഷന്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിൻഡോ വരും. നിങ്ങൾക്ക് എന്താണോ നെയിം കൊടുക്കേണ്ടത് അത് ജസ്റ്റ് കൊടുക്കുക. ഞാൻ ഇൻസ്റ്റ എന്ന് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രീസെറ്റ്സിൽ താഴെ ഇപ്പോൾ കണ്ടോ ഓൾറെഡി ഇൻസ്റ്റാൻ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം അത് ആ പ്രീസെറ്റ്സ്. നിങ്ങൾക്ക് കസ്റ്റം കുറേ സൈസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറേ കസ്റ്റം സൈസസിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കണ്ട ഡിലീറ്റ് ചെയ്യുന്നുള്ള ബട്ടൺ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 120 ഫ്രെയിം വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു നമ്മൾ സാധാരണ കൊടുക്കാൻ 29, 30 ഈ ലെവലിലൊക്കെ ആയിരുന്നു നമ്മൾ കൊടുക്കുക. 24 ഒക്കെ കൊടുക്കാറ്, 24, 25, അത് 30. പിന്നെ 120 ഒക്കെ ആകുമ്പോൾ ഭയങ്കര സ്മൂത്തിലായിരിക്കും നമ്മുടെ വീഡിയോ ഉണ്ടാവുക. പിന്നെ റെസൊല്യൂഷൻ, എത്രയാണ് റെസൊല്യൂഷൻ വേണ്ടതെന്ന്, ഇത് നമ്മുടെ വീഡിയോയുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. പിന്നെ ടൈം കോഡ്, അതേപോലെ തന്നെ സ്റ്റാർട്ട് ടൈം കോഡ്, അതേപോലെ തന്നെ ഡ്യൂറേഷൻ അങ്ങനെ വരുന്നുണ്ട്. ഡ്യൂറേഷൻ മീൻസ് എത്രയാണ് നിങ്ങളുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ, നിങ്ങളുടെ കോമ്പോസിഷനിൽ എത്രയാണ് ഡ്യൂറേഷൻ വേണ്ടത്, നിങ്ങൾ ഔട്ട് എടുക്കുന്ന വീഡിയോയുടെ ഡ്യൂറേഷൻ എത്ര വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ നിലവിൽ 30 സെക്കൻഡാണ് സെലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് കാണുന്നത് നമ്മുടെ ഫ്രെയിമാണ്, എത്ര ഫ്രെയിമാണെന്നുള്ളതാണ്. ഇവിടെ കാണുന്നത് എത്ര സെക്കൻഡ് ആണെന്നുള്ളതാണ്, ഇവിടെ എത്ര മിനിറ്റ് ആണെന്നുള്ളതാണ്. പിന്നെ എത്ര ഹവർ ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് ടൈം കോഡ് എന്നുള്ളതുണ്ട്.
നിലവിൽ നമ്മൾ കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 000 സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് പിന്നെ എൻഡിൽ എത്തുമ്പോൾ നമ്മൾ 30 സെക്കൻഡ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു കസ്റ്റം സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കസ്റ്റം ടൈമിലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ കൊടുക്കാം. ഇപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ ഇവിടെ 00 ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കസ്റ്റം ഒരു വാല്യൂന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ 10 സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ടൈം കോഡ് 10 സെക്കൻഡ് മുതലാണ്. പിന്നെ എൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും, 40 സെക്കൻഡിലായിരിക്കും ഇത് എൻഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഫ്രെയിമിൽ അവിടെ വീഡിയോയുടെ ലെങ്ത്ത് 30 സെക്കൻഡ് തന്നെ ആയിരിക്കും. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ാമത്തെ സെക്കൻഡ് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റാർട്ട് ടൈം കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് 00 തന്നെ കൊടുക്കുക. സാധാരണ 0 തന്നെയാണ് കൊടുക്കാറ്. നിങ്ങളിപ്പോൾ ഇൻകേസ് മൂവിയുടെ വർക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാ റീൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അത്ര വാല്യൂ ഉള്ള കാര്യമില്ല, ടൈം കോഡ് അത്ര വാല്യൂ ഉള്ള കാര്യമില്ല. മൂവീസൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഇത് ഭയങ്കര യൂസ് ആയിട്ടുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ കോമ്പോസിഷനിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ഇത് ത്രൂ ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതെങ്കിലും കളർ, ഇപ്പോൾ സാധാരണ ബ്ലാക്ക് ആണ് ഉണ്ടാവാറ്, നിങ്ങൾക്ക് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആ കോഡും കളറിൻ്റെ കോഡ് നിങ്ങൾക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്ത് കാണും കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ബ്ലാക്ക് തന്നെ കൊടുത്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ എന്ന് ഇവിടെ ഒരു ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാണ്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോമ്പോസിഷൻ ക്രിയേറ്റ് ആയി വന്നു. കണ്ടോ, ഇവിടെ എൻ്റെ ഒരു റീൽ സൈസിലുള്ള ആ ബ്ലാക്ക് കളറിലുള്ള ആ കോമ്പോസിഷൻ ക്രിയേറ്റ് ആയി വന്നു. ഇനി എനിക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ 30 സെക്കൻഡ് ആണല്ലോ ഞാൻ അവിടെ ഡ്യൂറേഷൻ കൊടുത്തിരുന്നതുകൊണ്ട് സ്റ്റാർട്ട് ടൈം കോഡ് 00 ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നമ്മൾ അവിടെ വാല്യൂ 10 ആദ്യം കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിൽ തന്നെ 10ാമത്തെ സെക്കൻഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ 30 സെക്കൻഡിലാണ് എൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളിവിടെ സ്റ്റാർട്ട് ടൈം കോഡായിട്ട് 10 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 30 എന്നുള്ളത് 40 സെക്കൻഡ് എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിലവിൽ നമ്മൾ 0 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫൈനാണ്. ഇനി ഇൻകേസ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ്സ് വരുത്തണം, ഈ കോമ്പോസിഷനിൽ എന്തെങ്കിലും എഡിറ്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ കോമ്പോസിഷനിലെ പാനലിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ സെറ്റിങ്സ് ഉണ്ട്. കണ്ടോ, Ctrl+K ആണ് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പിന്നെ ഓപ്പണായി വന്ന് കണ്ടോ, നമ്മൾ കൊടുത്ത നെയിം മോഷൻ എന്നാണ്. ഇവിടെ കൊടുത്ത നെയിം ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് കാണാം മോഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പ്രൊജക്ട് പാനലിൽ ഒരു കോംബ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ട് പാനലിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ നെയിമിങ്, ഇവിടെ കൊടുത്ത നെയിമിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാം മോഷൻ എന്ന് പറഞ്ഞിട്ട് നെയിമിങ് കാണാൻ പറ്റും. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ടൈം കോഡിൽ ഡിഫറൻസ് വരുത്താം. 10 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം, ഫ്രെയിം റേറ്റ് ഫൈൻ അത്ര മതി. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10ാമത്തെ സെക്കൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുമ്പോൾ കണ്ടോ 39ാമത്തെ സെക്കൻഡിലാണ് എൻഡ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ടൈം കോഡ് കൊണ്ടുള്ള യൂസ്. അത് നമുക്ക് അത്ര യൂസ് ഉള്ള കാര്യമില്ല. മൂവീസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഓക്കെ, ഞാനിന്ന് അത് റീസെറ്റ് ചെയ്യുന്നു. എനിക്ക് 0 തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, 0 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, Ctrl+K ക്ലിക്ക് ചെയ്താൽ മതി. Command+K ആണ് മാക്കിൽ വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാനുവലി ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്.